എൻ്റെ ഭാര്യയോട് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പറയാനുള്ള അധികാരം ശ്രീദേവിക്ക് ആരാണ് തന്നത്? അവളെ നോക്കി അഭി അത് ചോദിക്കുമ്പോൾ ശ്രീദേവിയും ചിത്രയും രണ്ടുപേരും ഒരുപോലെ ഞെട്ടിയിരുന്നു. അഭിയേട്ടാ, അപ്പോൾ ഞാൻ? അവനെ നോക്കി നിറഞ്ഞ കണ്ണുകളോട് ചോദിക്കുന്ന ശ്രീദേവിയെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു അഭി. അഭിനയം മതിയാക്ക് ശ്രീദേവി. നിന്റെ അച്ഛൻ ഹരിപത്മനാഭനോടും പറഞ്ഞേക്ക് അഭിമന്യു എല്ലാം അറിഞ്ഞിട്ടുണ്ടെന്ന്. എന്നെ കൊല്ലാൻ എൻ്റെ കാറിൻ്റെ നേരെ വന്ന ടിപ്പർ ലോറി ഡ്രൈവറുടെ അഡ്രസ്സ് ഉൾപ്പെടെ എല്ലാം. അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ അഭി പറഞ്ഞതും അവൻ്റെ വാക്കുകളിൽ ഞെട്ടിധരിച്ച് നിൽക്കുകയായിരുന്നു ശ്രീ. ഉടനെ ഞെട്ടൽ മാറി അവിടെ പതർച്ച നിറയുന്നതും അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിയുന്നതും അവൻ നോക്കി നിന്നു. എന്നാൽ അഭിയുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകാതെ ചിത്ര അവനെ ഒന്ന് നോക്കി. എന്നാൽ അവൻ്റെ ശ്രദ്ധ ശ്രീയിൽ തന്നെയാണ്. ഞെറിഞ്ഞെടുത്ത പട്ടുസാരിയുടെ മുന്താണിയിൽ വിരൽ കൊരുത്ത് വലിക്കുമ്പോഴും ചുണ്ടിൽ വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ പതർച്ചയോടെ ശ്രീ മുഖം മാറ്റി. എന്നാൽ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അഭിമന്യു സംസാരിച്ചു തുടങ്ങി. ഹരിപത്മനാഭൻ എന്ന എൻ്റെ അമ്മാവനോട് പറഞ്ഞേക്ക് കണക്കുകൾ തീർക്കാൻ അഭിമന്യു വരുമെന്ന്. പിന്നെ എനിക്കൊരു ഭാര്യയുള്ള സ്ഥിതിക്ക് ഇനിയും ഇതുപോലെ പുറകെ നടന്ന് ഡ്രാമ കളിക്കേണ്ട ആവശ്യവുമില്ലല്ലോ, അല്ലേ? ഒരു പുച്ഛത്തോടെ അഭി അവളെ നോക്കിയതും അവർക്ക് മുഖം കൊടുക്കാതെ തൻ്റെ ബാഗും കയ്യിലെടുത്ത് പുറത്തേക്ക് പോയിരുന്നു അവൾ. അവൻ്റെ മുൻപിൽ കള്ളം പിടിക്കപ്പെട്ടു എന്ന നിരാശയും അപമാനവും ശ്രീയുടെ ഉള്ളിൽ അമർഷം കൂട്ടി. എന്നാൽ ഇപ്പോഴും ശ്രീ പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ചിത്ര. കുറച്ചു മുൻപ് ഈ മുറിയിലേക്ക് കയറി വന്ന ശ്രീയല്ല ഇപ്പോൾ ഇറങ്ങിപ്പോയത് എന്ന് തോന്നി അവൾക്ക്. ചിത്ര. അഭിയുടെ ശബ്ദം വീണ്ടും ഉയർന്നതും ചിത്ര അവനടുത്തേക്ക് പോയി. പണം തന്ന ചിത്രയെ ഞാൻ വിവാഹം കഴിച്ചത് ഞാൻ പറയുന്നത് അനുസരിക്കാനാണ്, അല്ലാതെ വല്ലവരും പറയുന്നത് അനുസരിക്കാനല്ല. 2 വർഷത്തേക്കാണെങ്കിൽ കൂടി ചിത്ര എൻ്റെ ഭാര്യയാണ്, അത് എപ്പോഴും ഓർമ്മ വേണം. അവൻ നോക്കി ഗൗരവത്തിൽ അത് പറയുമ്പോൾ കുറച്ചു മുൻപ് ശ്രീദേവി പറഞ്ഞത് കേട്ട് പോകാൻ നിന്ന ചിത്രയുടെ മുഖമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. എന്നാൽ അപ്പോഴും തല താഴ്ത്തി നിൽക്കുകയായിരുന്നു ചിത്ര. കുറച്ചു മുൻപ് അഭി പറഞ്ഞ ഭാര്യ എന്ന വാക്കിൽ സന്തോഷിക്കണോ, അതോ ആ പരിഗണന 2 വർഷത്തേക്ക് മാത്രമാണോ എന്നോർത്ത് സങ്കടപ്പെടണോ എന്നറിയാതെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ചിത്ര. എന്നാൽ അപ്പോഴും അവളെ ഗൗരവത്തിൽ നോക്കി നിൽക്കുവാണ് അഭി. ചിത്ര. അവൻ്റെ ശബ്ദം അവിടെ വീണ്ടും ഉയർന്നതും ചിത്ര അവനെ തല ഉയർത്തി നോക്കി. ഫ്രണ്ടിനെ വിളിച്ച് കുറച്ച് ദിവസത്തേക്ക് വേണ്ട ഡ്രസ്സും മറ്റും കൊണ്ടുവരാൻ പറയ്. ഞാൻ ഡിസ്ചാർജ് ആവുന്നത് വരെ ചിത്രൻ്റെ കൂടെ വേണം. അവളെ നോക്കാതെ അത് പറഞ്ഞതിനു ശേഷം അഭി ബെഡിലേക്ക് കിടന്നു. മരുന്നിൻ്റെ ക്ഷീണം കൊണ്ട് അവൻ്റെ കണ്ണുകൾ അടയുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം ചിത്ര അവനെ തന്നെ നോക്കി നിന്നു. സത്യത്തിൽ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ വേഗം ഫോണെടുത്ത് സനയുടെ 7 മിസ് കോൾ ഉണ്ട്. ഉടനെ തിരിച്ചു വിളിച്ചിരുന്നു. കാലത്ത് തൊട്ട് വിളിക്കുന്നതാണെന്നും ഫോൺ എടുത്തൂടെ എന്ന് ചോദിച്ച് കുറേ വഴക്ക് പറഞ്ഞു. പിന്നെ കിഷോറിനോടും അഭിയോടും പറഞ്ഞ അതേ കള്ളം തന്നെ അവളോടും പറഞ്ഞു. എന്നമർത്തി മൂളിയതിന് തന്നെ ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചിട്ടില്ലെന്ന് മനസ്സിലായി. എന്തായാലും ഡ്രസ്സ് കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്ര ഫോൺ വെച്ച് പുറത്തേക്ക് വരുമ്പോൾ അഭി ഉറക്കം പിടിച്ചിരുന്നു. അസ്വസ്ഥതയോടെ തിരിഞ്ഞു കിടക്കുന്നവനെ ഒന്ന് നോക്കി. പിന്നെ പില്ലോ നേരെ വെച്ച് കൊടുത്തു. അതോടെ അവൻ്റെ ഉറക്കം ഒന്നുകൂടെ സുഖമായതുപോലെ. അവന് നേരെയുള്ള ബൈസ്റ്റാൻഡർ ബെഡിൽ ഇരിക്കുമ്പോൾ ചിത്രയുടെ ശ്രദ്ധ മുഴുവൻ അവനിലായിരുന്നു. എന്തൊക്കെ തിരഞ്ഞു നോക്കിയാലും ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥയാണ് അഭിമന്യു ദുർഗാദേവി എന്ന് അവൾ ഇതിനോടകം മനസ്സിലാക്കി. പക്ഷെ അപ്പോഴും അവളെ അലട്ടിയത് അവൻ്റെ ചുറ്റും ജീവനൊടുക്കാൻ കാത്തു നിൽക്കുന്ന കഴുകന്മാരുണ്ട് എന്ന് തിരിച്ചറിവാണ്. അവളുടെ കണ്ണുകൾ വേവലാതിയോടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. കണ്ണുകൾ അടച്ച് കിടക്കുവാണ്, പക്ഷേ മുഖത്ത് പതിവ് ഗൗരവമുണ്ട്. അവളുടെ കണ്ണുകൾ ഒന്ന് നിറഞ്ഞു. കൈ താലിയിൽ മുറുകി. പെട്ടെന്ന് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടതും ചിത്ര ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഡോറിനടുത്തേക്ക് പോയി. കതക് തുറക്കുമ്പോൾ സനയോ കിഷോറോ ആയിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ പോയി കതക് തുറന്നു. എന്നാൽ മുൻപിൽ നിൽക്കുന്ന ചന്ദ്രുവിനെ കണ്ട് അവളൊന്ന് ഞെട്ടി. അന്ന് ഓഫീസിൽ വെച്ച് ചന്ദ്രുവിനെ പരിചയം മാത്രമേ ചിത്രയ്ക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവനെ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ 1 മിനിറ്റ് അവൾ നിന്നു. ഞാനൊന്ന് കണ്ടോട്ടെ, അവളെ നോക്കി പ്രതീക്ഷയോടെ ചോദിക്കുമ്പോൾ ചന്ദ്രുവിനെ അപ്പോഴാണ് ചിത്ര ശ്രദ്ധിക്കുന്നത് പോലും. ചുവന്നു കലങ്ങിയ കണ്ണുകളും വീർത്ത കൺതടങ്ങളും, ഒരു ടീഷർട്ടും ജീൻസുമാണ് വേഷം. അന്ന് കണ്ടതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ രൂപം.
അവനെ നോക്കി ഒന്ന് മൂളുക മാത്രം ചെയ്തു അവൾ. ഉടനെ ചിത്രയെ കടന്ന് അഭി കിടക്കുന്ന ബെഡിനെ അരികിലേക്ക് പോയിരുന്നു ചന്ദ്രു. അവൻ്റെ കണ്ണുകൾ ബെഡിൽ കിടന്നു മയങ്ങുന്ന അഭിയിലേക്ക് പോയി. നെറ്റിയിലും കയ്യിലും കാലിലുമായി കാണുന്ന വലിയ കെട്ടിലേക്ക് അവൻ വേദനയോടെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. 2 മിനിറ്റ് വെറുതെ നോക്കി നിന്നതിനു ശേഷം വന്നതിനേക്കാൾ സ്പീഡിൽ ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. സത്യത്തിൽ അവൻ്റെ അപ്രതീക്ഷിതമായുള്ള പ്രവൃത്തിയിൽ ആകെ ഞെട്ടി നിൽക്കുകയായിരുന്നു ചിത്ര. എന്തായാലും ബിസിനസ് പരമായി അല്ലാതെ മറ്റെന്തോ കണക്ഷൻ അവർ തമ്മിൽ ഉണ്ട് എന്ന് പോലെ. അല്ലെങ്കിൽ അഭിയുടെ ഈ അവസ്ഥയിൽ ചന്ദ്രു അത്ര വേദനിക്കില്ലായിരുന്നു. ഒന്ന് ശ്വാസം നേരെ എടുത്ത് ചിത്ര വീണ്ടും ബെഡിലേക്ക് ഇരുന്നു. ഒന്ന് കുളിച്ചു മാറണമെന്നുണ്ട്, പക്ഷെ സന വരാതെ നടക്കില്ല. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശബ്ദം കേട്ടതും ചിത്ര ചെന്ന് ഡോറ് തുറന്നു. മുൻപിൽ അതാ ചെറിയൊരു ബാഗുമായി സന നിൽക്കുന്നു. അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് സന തൻ്റെ കയ്യിലുള്ള ബാഗ് ചിത്രയെ ഏൽപ്പിച്ചു. മുറിയിലേക്കൊന്ന് നോക്കിയപ്പോൾ അഭി നല്ല ഉറക്കത്തിലാണ്. കുറച്ചു നേരം അവിടെ ഇരുന്നു, പക്ഷേ ഒന്നും അഭി അറിഞ്ഞില്ല. കുറച്ചു നേരം കൂടെ കാത്തു സന ഇറങ്ങി. ചിത്ര, നിനക്കൊരു ദിവസത്തേക്ക് വേണ്ട എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ രാത്രി കഴിക്കാനുള്ളതും കാലത്ത് കഴിക്കാനുള്ളത് ഞാൻ കൊണ്ടുവന്നോളാം. ക്യാൻറ്റീനിൽ നിന്ന് അധികം വാങ്ങി കഴിക്കണ്ട. പിന്നെ സാറിൻ്റെ 2 വർഷത്തേക്കുള്ളത് വെറും കോൺട്രാക്റ്റ് ഭാര്യ മാത്രമാണ് നീ. അത് മറന്നു പോകരുത്. അവസാനം സങ്കടപ്പെടേണ്ടി വരരുത്. സനയുടെ വാക്കുകൾ അവൾ തലതാഴ്ത്തി നിന്നു. ഒന്നും പറഞ്ഞില്ല. യാത്ര പറഞ്ഞ് അവൾ പോയതും വേഗം ബാഗിൽ നിന്ന് ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി. ഒരു വയലറ്റ് ടോപ്പും കറുപ്പ് സിഗരറ്റ് പാൻസുമാണ് വേഷം. കുളിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അഭി കണ്ണു തുറന്ന് കിടക്കുന്നുണ്ട്. തൻ്റെ തലയിൽ ചുറ്റിവെച്ച ടവൽ അടിച്ചു മാറ്റി വേഗം അവൾ അവൻ്റെ അടുത്തേക്ക് പോയി. എന്തോ ചിന്തിച്ചിരുന്ന അഭി തൻ്റെ അടുത്ത് നിൽക്കുന്ന ചിത്രയെ കണ്ടതും തല ഉയർത്തി നോക്കി. ബാത്റൂമിൽ പോകണ്ടേ? അവനെ നോക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ ചിത്ര ചോദിച്ചതും ഒന്ന് ഗൗരവത്തിൽ മൂളിയിരുന്നു അവൻ. ഉടനെ നേരത്തെ പോലെ അവനെ പതിയെ പിടിച്ച് ബാത്റൂമിൽ എത്തിച്ചിരുന്നു അവൾ. ബാത്റൂമിൽ കയറിയത് അഭിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ആകെ മുഷിഞ്ഞതുപോലെ. ഉച്ചയ്ക്ക് ചേഞ്ച് ചെയ്തതാണ്. ഇപ്പം സമയം 5 കഴിഞ്ഞു. കുറച്ച് വൃത്തിഭ്രാന്തുള്ളതാണ്. അതിൻ്റെ കൂടെ ആകെ ഒരുപാട് മുഷിച്ചിലും. പതിയെ സ്റ്റാൻഡിലിട്ടിരുന്ന ടവൽ കയ്യിലെടുത്തു. പിന്നെ ആ ഹോസ്പിറ്റൽ ഡ്രസ്സ് അടിച്ചു മാറ്റി ആ ടവൽ എടുത്തെടുത്തു. ബാത്റൂമിലിട്ടിട്ടുള്ള സ്റ്റൂളിലിരുന്ന് വളരെ ശ്രദ്ധിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത്. സ്റ്റൂളിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് ടവലെടുത്ത് വളരെ ശ്രദ്ധിച്ചെടുത്തു. വീണ്ടും ആ സ്റ്റൂളിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ കാലൊന്നിടറി. സ്റ്റൂളിൽ നിന്ന് അവൻ വലിയ ശബ്ദത്തോടെ താഴേക്ക് വീണതും പുറത്തുനിന്ന് ചിത്ര ആ ശബ്ദം കേട്ടതും ഒന്നും ചിന്തിക്കാതെ ബാത്റൂമിനകത്തേക്ക് കയറി. അവളുടെ കണ്ണുകൾ ആദ്യം പോയത് നിലത്ത് വീണ് കിടക്കുന്ന അഭിയിലേക്കാണ്. നിലത്ത് വീണ് കിടക്കുന്ന അഭിയുടെ കാൽ വീണ്ടും നിലത്ത് കുത്തിയത് കൊണ്ട് തന്നെ അഭിയുടെ മുഖം വേദന കൊണ്ട് ചുളിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ശബ്ദം പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ കണ്ണുകൾ രണ്ടും അടച്ച് മുഖം ചുളിച്ച് കിടക്കുവാണ് അഭി. അവൻ്റെ ആ ചിത്രം കണ്ടതും ചിത്രയുടെ ഉള്ളു പിടഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. വേഗത്തിൽ അവളുടെ കാലുകൾ അവനടുത്തേക്ക് ചലിച്ചു. അഭി സർ. തൻ്റെ നേർക്ക് വരുന്ന ചിത്രയുടെ ശബ്ദം കേട്ടതും അഭി തല ഉയർത്തി നോക്കി. അവൻ്റെ കണ്ണുകൾ തനിക്കടുത്തേക്ക് വരുന്ന ചിത്രയിൽ ഉടക്കി. ഉടനെ ആ കണ്ണുകൾ വിടർന്നു. പതിയെ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവൻ്റെ ഭാരം അവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും എങ്ങനെയൊക്കെയോ അവനെ എഴുന്നേൽപ്പിച്ച് സ്റ്റൂളിലേക്ക് ഇരുത്തിയിരുന്നു അവൾ. എനിക്ക് കുളിക്കണം. അവളുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു അഭി അത് പറഞ്ഞത്. സത്യത്തിൽ അപ്പോഴാണ് അവൻ്റെ ദേഹത്ത് ടവൽ മാത്രമേ ഉള്ളൂ എന്ന് പോലും അവൾ ശ്രദ്ധിക്കുന്നത്. 1 മിനിറ്റ് എന്ന് പറയുന്നതിൻ്റെ കൂടെ അവൾ വേഗം മുറിയിലേക്ക് പോയി. കുറച്ചു നേരത്തിനു ശേഷം കയ്യിൽ കവറുമായി വരുന്നവളെ അവൻ സംശയത്തോടെ ഒന്ന് നോക്കി. എന്നാൽ അപ്പോഴേക്കും അവൾ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. വേഗം അവൾ ആ കവറിനടുത്ത് നിന്ന് പ്ലാസ്റ്റിക് പുറത്തേക്കെടുത്തു. പിന്നെ വളരെ ശ്രദ്ധിച്ച് അഭിയുടെ കയ്യിലും കാലിലും കെട്ടിക്കൊടുത്തു. പിന്നെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചൊരു കപ്പ് കൊണ്ട് അവൻ്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോഴും മുറിവിൽ വെള്ളം വീഴാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സോപ്പിടാതെ വെറുതെ കുറിച്ച് വെള്ളം ഒഴിച്ച് ശരീരം മാത്രം കഴുകിക്കൊടുത്തു. ടവൽ ഉപയോഗിച്ച് തുടച്ചതിന് ശേഷമാണ് ചിത്ര പുറത്തേക്ക് പോയത്. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന ചിത്ര അപ്പോഴാണ് ബെഡിലിരിക്കുന്ന കിഷോറിനെ കാണുന്നത്. ചിത്രയെ കണ്ട ഉടനെ കിഷോർ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവനെ കണ്ടതും ചിത്രയിൽ ഒരാശ്വാസം ഉണർന്നു. അതിൻ്റെ പ്രധാനമായും അവൻ്റെ ഡ്രസ്സ് എങ്ങനെ മാറ്റിക്കൊടുക്കുമെന്നുള്ളതായിരുന്നു. ഈ അവസ്ഥയിൽ തനിച്ച് അവനെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. തനിക്ക് ചെയ്തു കൊടുക്കുന്നത് ബുദ്ധിമുട്ടല്ല,
പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു സ്റ്റാഫ് തൻ്റെ ബോസിന് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞ ഇപ്പോൾ തന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരിക്കും താൻ സാറിനെ കുളിപ്പിക്കാൻ സാർ സമ്മതിച്ചത്. ചിന്തകൾ അവസാനിപ്പിച്ച് ചിത്ര കിഷോറിൻ്റെ അടുത്തേക്ക് പോയി. സാർ ഒന്ന് ബാത്റൂമിലേക്ക് പോകാമോ? അഭിസാർ അവിടെയാണുള്ളത്. അവനെ നോക്കി ചിത്ര ചോദിച്ചതും അവളെ ഒന്ന് നോക്കി കിഷോർ ബാത്റൂമിലേക്ക് കയറി. ഉടനെ എന്തോർത്തതുപോലെ വേഗം കിഷോർ കൊണ്ടുവന്ന ബാഗ് തുറന്ന് ഒരു സ്ലീവ്ലെസ് ടീഷർട്ടും പിന്നെ ഒരു ഷോർട്ട്സും എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അത് വാങ്ങി കിഷോർ അകത്തേക്ക് കയറിയതും ചിത്ര ക്യാൻറ്റീനിലേക്ക് പോയി. അബിക്ക് ഗ്രീൻ ടീയും കിഷോറിനുള്ള കോഫിയുമായി അവൾ മുറിയിലേക്ക് വരുമ്പോൾ അബിയെ കിഷോർ റെഡിയാക്കി ബെഡിൽ ഇരുത്തിയിരുന്നു. കിഷോറിനെ നോക്കി ഒന്ന് ചിരിച്ചതിനു ശേഷം ചിത്ര രണ്ടുപേർക്കും അവർക്ക് വേണ്ട കോഫിയും ഗ്രീൻ ടീയും കൊടുത്തു. രണ്ടുപേരും അത് ചുണ്ടോടി ചേർത്തതും ചിത്ര പതിയെ പുറത്തേക്ക് ഇറങ്ങി. നീ എന്താ ചിത്രയെ ഫ്ലാറ്റിലേക്ക് അയക്കാതെ ഇവിടെ തന്നെ നിർത്തിയത്? തൻ്റെ കോഫി കപ്പ് ചുണ്ടോടി ചേർത്തുകൊണ്ട് കിഷോർ അബിയോട് ചോദിച്ചതും അബിയുടെ കണ്ണുകൾ സ്വാഭാവികമായി നടന്നു പോകുന്ന ചിത്രയിലേക്ക് പോയി. പക്ഷേ കിഷോറിനെ നോക്കി മറുപടിയൊന്നും കൊടുക്കാതെ അബി വീണ്ടും തൻ്റെ കയ്യിലുള്ള ഗ്രീൻ ടീ ചുണ്ടോട് ചേർത്തു. എന്നാൽ ഇടം കണ്ണുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കിഷോർ തൻ്റെ ചുണ്ടിൽ മിന്നിമായുന്ന പുഞ്ചിരിയെ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചു. ഇനി അവൾ കുറച്ചു നാളത്തേക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. ഈശ്വരമഠത്തിൽ മഹേശ്വരി അമ്മ സ്റ്റേ കൊടുത്തിരിക്കുകയല്ലേ. അപ്പോൾ അതിലൊരു തീരുമാനമാകുന്നതുവരെ ഞങ്ങൾ ഭാര്യയും ഭർത്താവുമായി ഈശ്വരമഠത്തിൽ തന്നെ താമസിക്കും. അത് കേൾക്കെ കിഷോറിൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. ചിത്രയ്ക്ക് മുഖം കൊടുക്കാതെ അബി ഇപ്പോൾ അവളെ തൻ്റെ കൂടെ ഈശ്വരമഠത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവർക്കിടയിൽ അടുപ്പം സൃഷ്ടിക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ സത്യങ്ങളൊന്നും അറിയാതെ ചിത്രയെ എങ്ങനെ അവിടേക്ക് അയക്കും? ഈശ്വരി താമസിക്കുന്ന വീട്ടിൽ ചിത്ര നിൽക്കുക എന്ന് പറഞ്ഞ സ്വത്തിൽ അവൾക്ക് പങ്കുള്ള സ്ഥിതിക്ക് ചിത്രയ്ക്ക് നേരെ ഒരു കൊലപാതക ശ്രമത്തിന് പോലും അവർ മടിക്കില്ല. അത് തീർച്ചയാണ്. സ്വന്തം രക്തമെന്ന് പോലും നോക്കാതെ മകൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ച നികൃഷ്ട ജന്മമാണവർ. തൻ്റെ സംശയമുള്ളിൽ വെക്കാതെ കിഷോർ അത് അബിയോട് ചോദിക്കുകയും ചെയ്തു. അവൾ ഈശ്വരമഠത്തിലേക്ക് വരുന്നത് അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടാണെങ്കിൽ അവളെ സംരക്ഷിക്കാൻ എനിക്കറിയാം. പിന്നെ അവളെ സത്യങ്ങളെല്ലാം അറിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വവുമാണ്. കിഷോറിൻ്റെ മുഖത്തേക്ക് നോക്കി അബി പറഞ്ഞതും അവൻ പറഞ്ഞത് ശരിയാണെന്ന് കിഷോറിനും തോന്നി. ചിത്രയോടിപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. എന്നിട്ട് നാളെ കാലത്ത് ഡിസ്ചാർജ് വാങ്ങി ഈശ്വരമഠത്തിലേക്ക് പോകണം. അബിക്കും കിഷോറിനും സ്വസ്ഥമായെന്ന് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് നിന്നതായിരുന്നു ചിത്ര. ഹോസ്പിറ്റലിൽ പൊത്തിട്ടിരിക്കുന്ന സ്റ്റോൺ ബെഞ്ചിലിരുന്ന് പുറത്തേക്ക് നോക്കുകയാണ് ചിത്ര. പെട്ടെന്ന് തൻ്റെ പുറകിൽ ആരുടെയോ കാൽപ്പര്യമാറ്റം കേട്ടപ്പോഴാണ് ചിത്ര തിരിഞ്ഞു നോക്കുന്നത്. കിഷോറിനെ കണ്ട ഉടനെ ചിത്ര ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നു. ചിത്ര അവിടെ ഇരുന്നോളൂ, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പറയുന്നതിനോടൊപ്പം അവൾക്കടുത്തേക്ക് ഇരുന്നിരുന്നു അവൻ. എന്ത് സർ? തന്നെ നോക്കി ആകാംക്ഷയോടെ ചോദിക്കുന്ന ചിത്രയെ കിഷോർ ഒന്ന് നോക്കി. എനിക്ക് തന്നോട് പറയാനുള്ളത് അബിയെക്കുറിച്ചാണ്. അത് കേൾക്കെ ചിത്രയുടെ കണ്ണുകളൊന്ന് വിടർന്നു. അബിയെക്കുറിച്ചറിയാൻ അവൾക്ക് വല്ലാത്ത ആകാംക്ഷ തോന്നി.